പുലിമുരുകൻ പ്രളയത്തിൽ കുത്തിയൊലിച്ചു പോകുമോ? ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് കുതിച്ചു പായുകയാണ് 2018. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത പുതിയ ചിത്രം 2018 മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. കേരളത്തെ ഭീതിയിലാഴ്ത്തിയ മഹാപ്രളയവും മലയാളികളുടെ അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ ചിത്രം മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുകയാണ്. മികച്ച പ്രതികരണം നേടുന്ന ചിത്രം ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ്. ആഗോള കളക്ഷനിൽ ചിത്രം 40 കോടിയിലേക്ക് അടുക്കുകയാണ്. വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ചിത്രം ശനിയും ഞായറും മികച്ച കളക്ഷൻ നേടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ തിങ്കളും ചൊവ്വയും കളക്ഷൻ നേടുന്നത് സാധാരണമല്ല. എന്നാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മികച്ച കളക്ഷനാണ് 2018 നേടിയത്. 2018 തിങ്കളാഴ്ച നേടിയത് 3.95 കോടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവധി ദിനം അല്ലാഞ്ഞിട്ടുകൂടി ചൊവ്വാഴ്ച മാത്രം ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ലഭിച്ചത് 4 കോടി രൂപയാണ്. അതേസമയം കേരളത്തിൽ ഒരു ചിത്രം നേടുന്ന 4ാമത്തെ മികച്ച തിങ്കളാഴ്ച കളക്ഷനാണ് 2018 നേടിയിരിക്കുന്നത്. അതേസമയം ആദ്യ 5 ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം 2018 നേടിയത് 17 കോടിയിൽ അധികമാണ്. കർണാടകയിൽ നിന്നും 5 ദിവസം കൊണ്ട് 1 കോടി നേടിക്കഴിഞ്ഞു. ഇത്തരത്തിൽ മുൻപ് മലയാള സിനിമയിൽ ഇത്രയും വലിയ ബോക്സ് ഓഫീസ് ചലനമുണ്ടാക്കിയത് മോഹൻലാൽ ചിത്രം പുലിമുരുകനാണ് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളും തിയേറ്റർ ഉടമകളും പറയുന്നത്. ഇങ്ങനെ പോയാൽ പുലിമുരുകൻ കേരളത്തിൽ നേടിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ 2018 തകർക്കും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് 2018 പോകുന്നതെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂഡ് ആന്റണി ജോസഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും 2018 എന്നും സിനിമാ ആസ്വാദകർ കരുതുന്നു. അഖിൽ പി ധർമ്മജൻ തിരക്കഥയൊരുക്കിയ ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരന്നത്. ടോവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രൻസ്, വിനീത് ശ്രീനിവാസൻ, ലാൽ, നരേൻ, അപർണ ബാലമുരളി, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. അഖിൽ പി ധർമ്മജൻ തിരക്കഥയൊരുക്കിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് അഖിൽ ജോർജ് ആണ്. ചമൻ ചാക്കോ ചിത്ര സംയോജനം. നോബിൻ പോളിന്റേതാണ് സംഗീതം. കാവ്യ ഫിലിംസ്, PK പ്രൈം പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളി, CK പത്മകുമാർ, ആന്റോ ജോസഫ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം.